10ാം ക്ലാസ് പരീക്ഷാഫലം വന്നപ്പോൾ മുതൽ ഉന്നയിക്കുന്ന പ്രശ്നമാണ് മലപ്പുറത്തെ +1 സീറ്റ് ക്ഷാമം. 3ാം അലോട്ട്മെന്റ് കഴിഞ്ഞിട്ടും ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പെരുവഴിയിലാണ്. അൺഎയ്ഡഡ് സ്കൂളുകളിലെ സീറ്റ് എടുത്താൽ പോലും 15,000-ലേറെ വിദ്യാർത്ഥികൾ പുറത്തിരിക്കേണ്ടി വരും. മലപ്പുറത്തെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി, രക്ഷിതാക്കൾക്ക് വേണ്ടി വീണ്ടും വീണ്ടും ചോദിക്കുന്നു, സീറ്റ് എവിടെ സർക്കാർ? ചർച്ചയിലേക്ക് കടക്കും മുമ്പ് ഇതാ ഞങ്ങൾ നേരത്തെ സംപ്രേഷണം ചെയ്ത ഒരു വാർത്ത കാണൂ. മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയിട്ടും സീറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികളുണ്ട് മലപ്പുറത്ത്. +1 3ാം ഘട്ട അലോട്ട്മെന്റ് കഴിഞ്ഞതിന് ശേഷമാണ് എല്ലാ വിഷയങ്ങളിലും A+ നേടിയിട്ടും സീറ്റ് ലഭിക്കാതെ വിദ്യാർത്ഥികൾ പ്രതിസന്ധിയിലായത്. സീറ്റ് പ്രതിസന്ധിയിൽ നിന്ന് സർക്കാർ ആണയിടുമ്പോഴാണ് ഉന്നത മാർക്ക് നേടിയ വിദ്യാർത്ഥികളുടേതടക്കം ഇപ്പോഴുള്ള അവസരം ലഭിക്കാതെ പുറത്തു നിൽക്കുന്ന ദുരവസ്ഥ കണ്ടുവരാം. ഫുൾ A+ ഉണ്ട്, പക്ഷെ ഇതുവരെ ഒരു അലോട്ട്മെന്റ് പോലും സീറ്റ് കിട്ടിയില്ല. ഇത് മലപ്പുറം തിരൂർ സ്വദേശി ഡാനിഷ മിൻഹ. പഠനത്തിൽ മിടുക്കിയാണ്. SSLCക്ക് എല്ലാ വിഷയങ്ങളിലും A+ നേടി. ആദ്യ അലോട്ട്മെന്റിൽ തന്നെ അവസരം ലഭിക്കുമെന്നായിരുന്നു പ്രതീക്ഷ. പക്ഷേ 3 അലോട്ട്മെന്റ് കഴിഞ്ഞിട്ടും ഒരിടത്തും അവസരം ലഭിച്ചില്ല. എല്ലാവരും പറയും ഇഷ്ടമുള്ള സ്കൂളിൽ പഠിക്കാം, ഇത്ര മാർക്ക് കിട്ടിയാലുള്ള, പക്ഷെ അത്രയും കഷ്ടപ്പെട്ട് പഠിച്ചിട്ടും കിട്ടാതാവുമ്പോൾ സങ്കടമാവൂലേ. പിന്നെ ഈ 3rd അലോട്ട്മെന്റ് ഞാൻ അത്രയും പ്രതീക്ഷിച്ചതാണ് കിട്ടുന്നത്, അതിനും കിട്ടാതായപ്പോൾ സങ്കടമുണ്ട്. എന്താ ചെയ്യേണ്ടതെന്നുള്ള അറിയില്ല. മിൻഹയുടെ കുടുംബമടക്കം ഇപ്പോൾ കടുത്ത നിരാശയിലാണ്. മകൾ നേടിയതിലും കൂടുതലായി സീറ്റ് ലഭിക്കാൻ ഇനി എന്താണ് ചെയ്യേണ്ടതെന്നാണ് അവരുടെയും ചോദ്യം. ഡെയിലി നമ്മളോടാണ് ഇവർ ചോദിക്കുന്നത്, ഇതെന്താണ് ഇങ്ങനെ, അപ്പോൾ ഞങ്ങൾ എന്തിനാണ് ഇത് പഠിച്ചത്. ഇപ്പോൾ ഇവളിത് മാത്രമല്ല, അവളെ ഫ്രണ്ട്സും കാര്യങ്ങളും എല്ലാവരും ചോദിക്കുന്ന കാര്യം തന്നെയാണ്. അവൾക്കാണെങ്കിൽ ആകെ ടെൻഷനും മറ്റുള്ള ഇതുമായിട്ട് ശരിയാണ്. അവള് ഡെയിലി അവളെ പ്രശ്നങ്ങളാണ്, അവളിങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. ഇത് മിൻഹയുടെ മാത്രം അനുഭവമല്ല. മലപ്പുറം ജില്ലയിലെ ഒട്ടനേകം മിൻഹമാരും അവരുടെ കുടുംബങ്ങളും ഇതേ ദുരിതത്തിലാണ്. പക്ഷേ ആ ദുരിതത്തിനും കണ്ണീരിനും മുന്നിൽ കണ്ണടച്ചിരുട്ടാക്കി സീറ്റ് പ്രതിസന്ധിയില്ലെന്ന് വിദ്യാഭ്യാസ വകുപ്പ് ആവർത്തിക്കുന്നതാണ് ഏറെ പരിഹാസ്യം. 3ാം ഘട്ട അലോട്ട്മെന്റിന് ശേഷവും 32,410 വിദ്യാർത്ഥികളാണ് മലപ്പുറം ജില്ലയിൽ സീറ്റിനായി കാത്തിരിക്കുന്നത്. പക്ഷേ അവർക്കായി ജില്ലയിൽ ബാക്കിയുള്ളതാകട്ടെ തുച്ഛമായ സീറ്റുകൾ മാത്രം. അപ്പോൾ അവളെ കൂടെയുള്ള ഫുൾ A+ ഉള്ളവരൊക്കെ അത് കിട്ടാഞ്ഞിട്ട് മറ്റുള്ള കോഴ്സുകളിലൊക്കെ നിർബന്ധിതരായിട്ട് പോവുകയാണ്. അപ്പോൾ ഇവൾക്ക് അവളെ ഡ്രീം തന്നെ അച്ചീവ് ചെയ്യണം എന്നുള്ളതുകൊണ്ട് ഇവൾ അതിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പോഴും അവൾക്ക് സെൽഫ് ഫിനാൻസിങ്ങിൽ നോക്കുകയാണെങ്കിലും അതിലും എല്ലാത്തിലും അവൈലബിൾ അല്ല. റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ, ഇൻ റിപ്പോർട്ടർ, മലപ്പുറം. ഇത് മിൻഹയുടെ മാത്രം കഥയല്ല. പേരാമ്പ്രയിൽ ഒരു അർജുനുണ്ട്. അർജുനും ഫുൾ A+ ആയിരുന്നു. പക്ഷേ 11 സ്കൂളുകളിൽ അപേക്ഷിച്ചതിന് ശേഷവും 3ാം ഘട്ട അലോട്ട്മെന്റിലും സീറ്റ് ലഭിച്ചില്ല. ഒടുവിൽ പേരാമ്പ്രയിൽ ഇദ്ദേഹത്തിൻ്റെ ബുദ്ധിമുട്ട് കണ്ട് പേരാമ്പ്ര സ്കൂളിൻ്റെ മാനേജ്മെന്റ് എത്തിയാണ് മാനേജ്മെന്റ് സീറ്റ് തരപ്പെടുത്തി കൊടുത്തത്. മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധിയിൽ വിദ്യാഭ്യാസ മന്ത്രിയെ തള്ളുകയാണ് SFI. മലപ്പുറം ജില്ലയിലടക്കം സീറ്റ് പ്രതിസന്ധി ഉണ്ടെന്ന് SFI ദേശീയ പ്രസിഡന്റ് VP സാനു പറയുന്നു. പുതിയ ബാച്ചുകൾ വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രിക്ക് നിവേദനം നൽകിയിട്ടുണ്ടെന്നും ഉറപ്പുകൾ പാലിച്ചില്ലെങ്കിൽ SFI സമരരംഗത്തേക്ക് വരുമെന്നും VP സാനു പറഞ്ഞു. സീറ്റുകൾ ശതമാനം വർദ്ധിപ്പിച്ചു, പുതിയ ബാച്ചുകൾ ആരംഭിച്ചു. അതെല്ലാം കൂടെ ചേരുമ്പോൾ ഒരു വലിയ നമ്പർ വന്നായിരുന്നു. കഴിഞ്ഞ വർഷം വരെ നടന്നത് 1 അലോട്ട്മെൻറ്റ്, 2 അലോട്ട്മെൻറ്റ്, 3 അലോട്ട്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഈ അധികമായിട്ടുള്ള സീറ്റുകൾക്കുള്ള അലോട്ട്മെൻറ്റ് നടത്തിയത്. ഞാൻ റിസൾട്ട് പ്രഖ്യാപിച്ച അവസരത്തിൽ ഓരോ ജില്ലയ്ക്കുള്ള ടോട്ടൽ സീറ്റ് ജയിച്ച കുട്ടികളുടെ എണ്ണമൊക്കെ തന്നെ പറഞ്ഞതാണല്ലോ. ചെറിയ വ്യത്യാസം മലപ്പുറം ജില്ലയിലുണ്ട്, വരുന്നുണ്ട്. അത് പരിഹരിക്കപ്പെടും. അന്തരം എത്ര ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എത്ര 1,00,000 വെറുതെ പത്രക്കാർ, പിന്നെ ചില പത്രക്കാർ ബോധപൂർവം പറഞ്ഞു വരുത്തുന്നതാണ്. അങ്ങനെയൊന്നുമില്ല. സഭയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ലീഡർഷിപ്പ് തന്നെ മലപ്പുറം ജില്ലയെ വിശേഷിച്ചു മലബാർ ഏരിയയിലെ +2 സീറ്റിലെ അപര്യാപ്തത സംബന്ധിച്ച് മന്ത്രിക്ക് ഈ വർഷവും നിവേദനം കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷവും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. പടിപടിയായി കേരളത്തിൽ ഈ മലപ്പുറം ജില്ലയിൽ ഉൾപ്പെടെ മലബാർ മേഖലയിലെ +1 സീറ്റിന്റെ പ്രശ്നങ്ങൾ പരിഹാരം കാണാൻ കഴിയുന്നുണ്ട്. പക്ഷെ വലിയൊരു നമ്പർ ഇപ്പോഴും പുറത്തു നിൽക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. മറ്റൊന്ന്, വിദ്യാർത്ഥികൾക്ക് ആഗ്രഹിക്കുന്ന കോഴ്സുകൾ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് കിട്ടുന്നില്ല എന്നുള്ള പ്രശ്നവും നിലനിൽക്കുന്നു.
അൺഎയ്ഡഡ് മേഖലയെ ആശ്രയിച്ചാൽ പോലും 15,096 വിദ്യാർത്ഥികൾ പുറത്തു നിൽക്കുന്ന അവസ്ഥയുണ്ട് മലപ്പുറത്ത് മാത്രം. നമുക്കൊപ്പം അതിഥികളായി പി കെ നവാസ്, MSFന്റെ സംസ്ഥാന പ്രസിഡന്റ്, PJ ബിനേഷ്, സംസ്ഥാന സെക്രട്ടറി KSTA, ഒപ്പം മുഹമ്മദ് സിനാൻ എന്ന വിദ്യാർത്ഥിയും തത്സമയം ചേരുന്നു. ആദ്യം ഞാൻ PJ ബിനേഷിലേക്ക്. PJ ബിനേഷ്, മന്ത്രി ആവർത്തിച്ചു പറയുന്നു സീറ്റുണ്ട്. തേർഡ് അലോട്ട്മെന്റ് കഴിഞ്ഞിരിക്കുന്നു. തേർഡ് അലോട്ട്മെന്റ് കഴിയുമ്പോൾ ഏറ്റവും ഒടുവിലുള്ള കണക്കെടുത്താൽ അൺഎയ്ഡഡ് സ്കൂളുകളെ ആശ്രയിക്കാതെയാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ 25,973 വിദ്യാർത്ഥികൾ പുറത്താണ്. ഇനി 10,000-ഓളം വരുന്ന അൺഎയ്ഡഡ് സ്കൂളുകളെ ആശ്രയിച്ചാൽ ബാക്കി അവശേഷിക്കുന്നത് 15,096 വിദ്യാർത്ഥികളാണ്. ഈ വിദ്യാർത്ഥികൾ എന്ത് ചെയ്യണം? PJ ബിനേഷ്. യെസ്, നോക്കൂ, കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ രംഗത്തിന്റെ ഏറ്റവും ഉയർന്ന മേഖലയായിട്ടുള്ള ഹയർ സെക്കൻഡറി, അതിന്റെ പ്രാഥമിക ഘട്ടം +1-ൽ നിലവിൽ കേരളത്തിലെ ഗവൺമെന്റ് വിദ്യാഭ്യാസ മന്ത്രി ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളത് മതിയായ സീറ്റുകൾ ഇന്ന് ലഭ്യമാണ്. ഇപ്പോ മലപ്പുറം ജില്ലയുടെ മാത്രം കണക്കെടുത്ത് പരിശോധിച്ചാൽ ഈ വർഷം മലപ്പുറത്ത് SSLC പാസ്സായ ആകെ കുട്ടികളുടെ എണ്ണം, അതിൽ എല്ലാ വിഷയത്തിലും ഫുൾ A+ നേടിയ കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് 12,525 ഇവിടെ മലപ്പുറത്തെ സയൻസ് കോമ്പിനേഷൻ സർക്കാർ സ്കൂളുകളിൽ മാത്രം 12,480 സീറ്റുകൾ, എയ്ഡഡ് സ്കൂളിൽ 11,530 സീറ്റുകൾ, അതുപോലെ തന്നെ അൺഎയ്ഡഡ് സ്കൂളുകളിൽ 4,636 സീറ്റുകൾ. ഇങ്ങനെ നോക്കിയാൽ 28,646 സീറ്റുകൾ സയൻസ് കോമ്പിനേഷനിൽ മാത്രം ഇന്ന് മലപ്പുറത്ത് ലഭ്യമാണ്. അല്ല, അതൊക്കെ ശരിയാണ്. ആ കണക്കിലേക്ക് നമ്മൾ പോകുന്നതിന് മുൻപ് 3ാം അലോട്ട്മെന്റ് കഴിഞ്ഞല്ലോ. എത്ര പേര് ഇപ്പോൾ സീറ്റ് കിട്ടാതെ ബാക്കിയുണ്ടെന്ന് PJ ബിനേഷിന് അറിയുമോ? മലപ്പുറത്ത് ഉപരിപഠനത്തിന് യോഗ്യത നേടിയ മുഴുവൻ കുട്ടികളുടെയും വിദ്യാഭ്യാസ അവസരം ഉറപ്പുവരുത്തുമെന്ന് പലവട്ടം കേരളത്തിലെ ഗവൺമെന്റ് ആവർത്തിച്ചുറപ്പിച്ചു. അതായിക്കോട്ടെ സാർ. അല്ല, അങ്ങേക്ക് ആ കണക്കറിയാമോ എന്നാണ് ഞാൻ ചോദിച്ചത്. അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. 3ാം ഘട്ട അലോട്ട്മെന്റിന് ശേഷം എത്ര പേർക്ക് സീറ്റ് കിട്ടിയില്ല എന്ന കണക്ക് ശ്രീ PJ ബിനേഷിന് അറിയുമോ? തീർച്ചയായും കണക്കുണ്ട്. കണക്കിലേക്ക് നമുക്ക് വരാം. എത്ര പേരുണ്ട്? കണക്കിനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ലഭ്യമായിട്ടുള്ള കണക്കുകൾ, ആ കണക്കിലേക്ക് ഞാൻ വരാം. ഇപ്പോ ഒരല്പം മുമ്പ് വിളിച്ചു പറഞ്ഞു, അതുകൊണ്ട് ആ ഡാറ്റ ഒന്ന് എടുത്തു വരാൻ കുഴപ്പമില്ല, ചർച്ചയുടെ ഭാഗമായി. ശരി. അല്ലല്ല, അങ്ങനെ ഞാൻ വളരെ വൈകിയാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കാമെന്ന് അരുൺകുമാറാണ് ഏറ്റിരുന്നത്. അദ്ദേഹത്തിന് ഒരു പേഴ്സണൽ എമർജൻസി വന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന് പോകേണ്ടി വന്നത്. താങ്കൾ അല്പസമയം മുമ്പാണ് താങ്കളെ ഈ ചർച്ചയ്ക്ക് വേണ്ടി വിട്ടു തന്നത്. അത് ഞാൻ പ്രേക്ഷകരെ അറിയിക്കുകയും ചെയ്തു. പക്ഷേ ആ കണക്ക് ഞങ്ങൾ പറയാം. ആ കണക്കിൽ എതിർപ്പുണ്ടെങ്കിൽ അങ്ങക്ക് വിയോജിക്കാം. ഇപ്പോൾ 10,000, ഞങ്ങളുടെ സ്ക്രീനിൽ ആ കണക്കുകൾ പ്രേക്ഷകർക്ക് കാണുകയും ചെയ്യാം. മലപ്പുറത്ത് മാത്രം നിലവിലുള്ള വിദ്യാർത്ഥികളുടെ കണക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇതാണ്. അത് ബിനേഷിന്റെ കൂടി ശ്രദ്ധയ്ക്ക് വേണ്ടിയാണ്. തേർഡ് അലോട്ട്മെന്റ് കഴിഞ്ഞിട്ടും അഡ്മിഷൻ ലഭിക്കാത്ത വിദ്യാർത്ഥികൾ 32,410. മെറിറ്റിൽ ഇനി അവശേഷിക്കുന്നത് 44 സീറ്റുകൾ. മാനേജ്മെന്റ്, സ്പോർട്സ്, കമ്മ്യൂണിറ്റി കോട്ടകൾ ഉൾപ്പെടെ ചേർത്താലും ബാക്കിയുള്ളത് 6,437 സീറ്റുകൾ. ഇതുൾപ്പെടെ പരിഗണിച്ചാലും 25,973 വിദ്യാർത്ഥികൾ പുറത്താണ്. ഇവർ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും ആശ്രയിച്ചാൽ പോലും അൺഎയ്ഡഡ് സീറ്റുകൾ 10,877 കണക്കാക്കിയാൽ പോലും 15,096 വിദ്യാർത്ഥികൾ പുറത്താണ്. ഇവരെന്ത് ചെയ്യണം? ഇതായിരുന്നു എന്റെ ചോദ്യം ശ്രീ ബിനേഷ്. ഏറ്റവും ലളിതമായി, ഇപ്പോ ഫുൾ A+ നേടിയ മുഴുവൻ കുട്ടികളും ഏതെങ്കിലും ഒരു പ്രത്യേക കോമ്പിനേഷൻ എടുത്ത് പഠിക്കുന്ന ആളുകളല്ല. ഞാനിപ്പോ നേരത്തെ പറഞ്ഞ കണക്ക് മലപ്പുറം ജില്ലയിൽ നിന്നും 10ാം ക്ലാസ്സിൽ ഫുൾ A+ നേടിയ കുട്ടികളുടെ എണ്ണവും സയൻസ് കോമ്പിനേഷന്റെ ഭാഗമായിട്ടുള്ള ആകെ സീറ്റുകളുടെ എണ്ണവുമാണ്. ഡാറ്റ ഇപ്പൊ ഈ തൊട്ടടുത്ത ദിവസം നിയമസഭയ്ക്കകത്ത് ചോദ്യോത്തരവേളയുടെ ഭാഗമായി ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി തന്നെ കൊടുത്തിട്ടുള്ള വിചിത്രമാണ്. മന്ത്രി പറഞ്ഞ കണക്കുന്ന വെബ്സൈറ്റിൽ ഒന്ന് കണക്കുന്നു. അപ്പൊ ഞാൻ എന്റെ ചോദ്യത്തിൽ അങ്ങ് ഉത്തരത്തിലേക്ക് വന്നിട്ടില്ല. എന്റെ ലളിതമായ ചോദ്യമായിരുന്നു, ഈ തേർഡ് അലോട്ട്മെന്റ് കഴിഞ്ഞിട്ടും 1,00,000 വിദ്യാർത്ഥികൾ പുറത്തു നിൽക്കുന്നു, അവർ എന്ത് ചെയ്യണം? നോക്കൂ, ഹയർ സെക്കൻഡറി മേഖലയിൽ മലപ്പുറത്ത് 71,036 സീറ്റുകൾ, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി മേഖലയിൽ 2,850 സീറ്റുകൾ, ITIകളിൽ 5,484 വിടൂ. അത് +2 അല്ല, അത് +1-നോ +2-നോ ഈക്വലന്റ് അല്ല, അത് ഡിപ്ലോമ കോഴ്സ് അല്ലേ? നോക്കൂ, 80,250 സീറ്റുകൾ
റെഗുലർ പഠനത്തിന് വേണ്ടി ഇന്ന് മലപ്പുറത്ത് ലഭ്യമാണ്. ശരി, ഞാൻ വരാം. താങ്കളുടെ വാദം എനിക്ക് മനസ്സിലായി. ITA അടക്കം അവിടെയുള്ള മുഴുവൻ ഡിപ്ലോമ കോഴ്സുകളുടെയും സീറ്റുകൾ എടുത്തു വെച്ചാൽ 80,000 ഉണ്ട്. പക്ഷെ അങ്ങനെ എടുത്താൽ പോലും 2412 വിദ്യാർത്ഥികൾ പുറത്താണ്. അങ്ങനെ എടുത്താൽ പോലും ഞാൻ അത് എടുക്കാതെയാണ് പറഞ്ഞത്. +1 പ്ലസ് സീറ്റിന്റെ കാര്യത്തിൽ മാത്രം നിലവിൽ 1,00,000 വിദ്യാർത്ഥികൾ പുറത്താണ് അൺഎയ്ഡഡ് മേഖലയെ ആശ്രയിക്കാതെ. നമുക്കിപ്പോൾ മുഹമ്മദ് സിനാനുണ്ട്, ഒപ്പം തന്നെ നവാസ് ഉണ്ട്. ശ്രീ നവാസ്, നോക്കൂ, ഈ ചർച്ചയിൽ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മന്ത്രി പറയുന്ന അതേ കാര്യമാണ്. പക്ഷേ SFIക്ക് പോലും ദഹിക്കാത്ത കാര്യങ്ങളാണ് ഇവർ ആവർത്തിച്ചു പറയുന്നത്. പക്ഷേ അവർ പറയുന്നത് ഇങ്ങനെയാണ്: ഉപരിപഠനത്തിന് അവസരമുണ്ട്, 80,000-ഓളം സീറ്റുകൾ ഉണ്ടല്ലോ, പിന്നെ എന്തിനാണ് നമ്മൾ ഈ പ്രതിഷേധം നടത്തുന്നത് എന്നാണ്. ശ്രീ നവാസ്. ആദ്യമായി ശ്രീ അരുൺകുമാർ ആദ്യമായി റിപ്പോർട്ടർ ചാനലിനെ അഭിനന്ദിക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുന്നു. മറ്റൊന്നും കൊണ്ടല്ല, നിരന്തരമായി ഈ വിഷയത്തെ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുന്നു എന്നത്, നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഫോളോ അപ്പ് ചെയ്യുന്നു എന്നുള്ളത് ഞങ്ങളുടെ ഈ സമരത്തിന് ഊർജ്ജം പകരുന്നു. നിരാശരായ വിദ്യാർത്ഥികൾക്ക് കുറച്ചെങ്കിലും പ്രതീക്ഷ നൽകുന്നു എന്നത് സന്തോഷം ഞാൻ പങ്കുവെക്കുകയാണ്. മറ്റൊന്ന്, ഇപ്പോൾ ഇവിടെ ശ്രീ അധ്യാപകൻ ബിനേഷ് പറയുന്ന കണക്കുകളൊക്കെ ഇനി എത്ര തവണ നമ്മൾ ചാനൽ മുറികളിൽ വന്ന് ഈ കണക്കുകൾ തിരുത്തണം? ശ്രീ അരുൺകുമാർ, ഞാനും നിങ്ങളും തന്നെ ചർച്ചയിൽ എത്ര തവണ അധ്യാപകരെ തിരുത്തി? അവർക്ക് കണക്കറിയാഞ്ഞിട്ടല്ലെന്നേ, അവർക്ക് കണക്കിൻ്റെ ഭീകരതയെക്കുറിച്ച് ബോധ്യമില്ലാഞ്ഞിട്ടുമല്ല. അരമണിക്കൂറിൻ്റെ ചാനൽ ചർച്ചയിലെ സമയത്തിനകത്ത് നിന്ന് എന്തെങ്കിലും പറഞ്ഞു രക്ഷപ്പെട്ടു പോകണം. അവർക്കറിയാം 8 മണിക്ക് അപ്പുറത്തേക്ക് ചാനൽ ചർച്ച പോവില്ല എന്ന്. അതുകൊണ്ട് 8 മണി വരെ എന്തെങ്കിലും പറയണം. അതിനപ്പുറത്തേക്ക് എന്ത് വസ്തുതയാണ് അദ്ദേഹം പറയുന്നതിലുള്ളത്? ഇന്ന് SFIയുടെ ദേശീയ അധ്യക്ഷൻ ഇന്നിവിടെ മലപ്പുറത്ത് പത്രസമ്മേളനം നടത്തിയിട്ട് മാധ്യമങ്ങൾ തുരുതുരാ ചോദ്യം ചോദിച്ചപ്പോൾ SFIയുടെ ദേശീയ പ്രസിഡന്റ് വന്നിട്ട് ഞങ്ങൾക്ക് മലപ്പുറത്ത് +1 പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞതല്ല. ഞാൻ ആ വാർത്താ സമ്മേളനം മുഴുവൻ കേട്ടതാണ്. മാധ്യമങ്ങളുടെ ചോദ്യശരങ്ങൾക്ക് മുമ്പിൽ ഉത്തരം മുട്ടിയപ്പോൾ അദ്ദേഹത്തിന് സമ്മതിക്കേണ്ടി വന്നു, മലപ്പുറത്ത് ഇത്തരത്തിലൂടെ പ്രയാസകരമായ സാഹചര്യമുണ്ട് എന്ന് പറയേണ്ടി വന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ് ഞങ്ങളൊരു കത്ത് കൊടുത്തിട്ടുണ്ട് വിദ്യാഭ്യാസ മന്ത്രിക്ക്, അത് പരിഹരിച്ചില്ലെങ്കിൽ ശക്തമായ സമരത്തിന് ഞങ്ങൾ ഇറങ്ങുമെന്നാണ്. ഈ 24-ാം തീയതി എന്ന് വെച്ചാൽ ഇന്ന് 21-ആണ്, 24-ാം തീയതി ക്ലാസ് ആരംഭിക്കാൻ പോവാണ്. ഇനി എവിടേക്കാണ് ഇവർ സമരത്തിൽ ഇറങ്ങാൻ പോകുന്നത്? ആമസോൺ കാർഡുകൾ കത്തിയാൽ മലപ്പുറം ടൗൺ സ്തംഭിപ്പിച്ച ഈ സംഘടനയുടെ പ്രതിനിധികൾ മലപ്പുറത്തെ കുട്ടികൾ തെരുവിലിരുന്ന് കരയുന്ന ദൃശ്യങ്ങൾ മാധ്യമങ്ങൾ പോലും പ്രസിദ്ധീകരിക്കുന്ന കാലത്ത് ഞങ്ങൾ കത്ത് കൊടുത്തിട്ടുണ്ട്, ഞങ്ങൾ നിവേദനം കൊടുത്തിട്ടുണ്ട്, അതിനെ മറുപടിക്ക് കാത്തിരിക്കുന്നു എന്ന് പറയുന്നത് പരിഹാസമാണ്, വിദ്യാർത്ഥികൾ അപമാനിക്കലാണ്. മറ്റൊരു കാര്യം കൂടി ഞാൻ പറയട്ടെ. ഇപ്പം നേരത്തെ ശ്രീ ബിനേഷ് സംസാരിക്കുമ്പോൾ പറഞ്ഞു മലപ്പുറത്ത് സൗകര്യമുണ്ട്. ഇത് തുടക്കം മുതൽ ഇവർ പറയുന്ന പച്ച കള്ളമാണ്. ഇനി സീറ്റില്ല എന്ന വസ്തുതയെ അംഗീകരിക്കുന്നില്ലെങ്കിൽ പോലും നിങ്ങൾ മിണ്ടാതിരിക്കാൻ തയ്യാറാവ്. ഇങ്ങനെ പച്ച കള്ളം പറഞ്ഞ് നിരാശരായ വിദ്യാർത്ഥികളെ വീണ്ടും വീണ്ടും വേദനിപ്പിക്കല്ല. ഒരു കാര്യം ഞങ്ങൾ ഉറപ്പിച്ച് പറയാം, ഈ സമരം ഞങ്ങൾ ആരംഭിച്ചത് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. നിരന്തരമായി കഴിഞ്ഞ 4 ദിവസമായി മലപ്പുറത്ത് RDD മുമ്പിൽ നിരന്തരമായ സമരത്തിലാണ് ഞങ്ങളുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ഇന്ന് നിരന്തരമായി സമരം നടത്തുന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തെ ജയിലിൽ അടക്കപ്പെട്ടു. പക്ഷേ അങ്ങനെ ഒരു ജയിലറെ കൊണ്ട് വഹാബ് എന്ന് പറയുന്ന ജില്ലാ ജനറൽ സെക്രട്ടറിയെ റിമാൻഡ് ചെയ്യപ്പെട്ടു. അങ്ങനെ ഒരാളെ റിമാൻഡ് ചെയ്തുകൊണ്ട് അവസാനിക്കുന്ന സമരമല്ല ഇത്. നിങ്ങൾക്കറിയാം വസ്തുതകൾ, നിങ്ങൾക്ക് ഇതിന്റെ കണക്കുകൾ അറിയാം. അഭിനന്ദിക്കുന്നു പ്രത്യേകിച്ച് MSFന്റെ പ്രതിനിധികളെ. പി കെ നവാസ്, ഞങ്ങൾ ആ വാർത്തയും നിങ്ങളുടെ സമരവും പ്രതിഷേധവും തുടർച്ചയായി തന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി പ്രസ്ഥാനം ഈ വിഷയം കണ്ടെന്ന് നടിച്ചിട്ടേയില്ല. ഒടുവിൽ നിങ്ങളുടെ പ്രതിഷേധങ്ങൾ കണ്ട് ഞങ്ങൾ തത്സമയം സംപ്രേഷണം ചെയ്യുന്നത് കണ്ട് SFI പ്രസ്ഥാനം അതിലേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ SFIക്ക് പറയേണ്ടി വരുന്നു, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞത് തെറ്റാണ്, ഞങ്ങൾ സമരത്തിറങ്ങുന്നതിനെ കുറിച്ച് ആലോചിക്കുമെന്ന്. നമുക്കിപ്പം വിദ്യാർത്ഥിയുണ്ട്, മുഹമ്മദ് സിനാൻ പറയട്ടെ. മുഹമ്മദ് സിനാൻ, ഇഷ്ടപ്പെട്ട കോഴ്സ് ഇഷ്ടപ്പെട്ട സ്കൂളിൽ കിട്ടിയോ? എന്തായിരുന്നു മോന്റെ റിസൾട്ട്? ഞാൻ 9+ എനിക്കൊരു 7 കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇഷ്ടപ്പെട്ട കോഴ്സിന് ഇഷ്ടപ്പെട്ട സ്കൂളിൽ കിട്ടിയിട്ടില്ല. എനിക്ക് 3rd അലോട്ട്മെന്റ് കഴിഞ്ഞിട്ടും. ഇപ്പോൾ എവിടെയാണ് കിട്ടിയിരിക്കുന്നത്? ഇപ്പോൾ 3rd അലോട്ട്മെന്റിൽ പോലും കിട്ടിയിട്ടില്ല, സീറ്റ് കിട്ടിയിട്ടില്ല, ഒരിടത്തും കിട്ടിയിട്ടില്ല. 9 Aയും ഒരു A+ ആണോ, അതോ 9 A+ ഒരു Aയും ആണോ? ഒരു Aയും. 9 A+ ഒരു Aയും. അതെ. 3 അലോട്ട്മെന്റ് കഴിഞ്ഞിട്ടും ഒരിടത്തും കിട്ടിയിട്ടില്ല. എത്ര സ്കൂളുകളിൽ അപേക്ഷിച്ചു? ഞാൻ 7 സ്കൂളിൽ അപേക്ഷിച്ചിരുന്നു. 7 സ്കൂളുകളിൽ അപേക്ഷിച്ചു, 3 അലോട്ട്മെന്റുകൾ കഴിഞ്ഞു, ഇരുവരെയും ഒരിടത്തും പരിഗണിച്ചില്ല. PJ ബിനേഷ്, എന്താ മറുപടി? മുഹമ്മദ് സിനാനെ പോലുള്ള മിടുക്കരായിട്ടുള്ള വിദ്യാർത്ഥികളുടെ തുടർ പഠനം ഒരു പ്രയാസവുമില്ലാതെ ഈ ഗവൺമെന്റ് പരിഹരിക്കും. നമ്മൾ കാണേണ്ടത് പ്രവേശന നടപടികൾ ഇപ്പൊ അവസാനിച്ചിട്ടില്ല, പ്രവേശന നടപടികൾ പൂർത്തിയായിട്ടില്ല. നോക്കൂ, 50ഓളം വരുന്ന വിഷയ കോമ്പിനേഷനുകളും അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി എന്നത് 1 മുതൽ 10 വരെ തുടർന്ന് വരുന്ന വിദ്യാഭ്യാസത്തിന്റെ അതേ സമ്പ്രദായത്തിലല്ല. വിഷയ വൈപുല്യം
അല്ലെങ്കിൽ വിഷയത്തിന്റെ വ്യത്യാസങ്ങളെല്ലാം ഉള്ള ഞാൻ ഒരു മേഖല ലളിതമായ എന്ന ഒരു നിലയ്ക്ക് കാര്യമല്ലേ ശ്രീ പി ജെ ബിനീഷിനോട് ചോദിച്ചുള്ളൂ. മുഹമ്മദ് സിനാൻ എന്ന 9 A+ഉം 1 Aയും കിട്ടിയ വിദ്യാർത്ഥിക്ക് ഏത് സീറ്റ് ഏത് സ്കൂളിൽ കിട്ടും? സർക്കാർ എന്ത് ചെയ്യും? സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം തർക്കമില്ല. ഇപ്പൊ നിലവില് 50 സീറ്റ് എന്നതിനകത്ത് റേഷ്യോ പാലിച്ചുകൊണ്ട് വിവിധ കാറ്റഗറിയിൽ ആയിട്ടാണ് കുട്ടികളെ അഡ്മിറ്റ് ചെയ്യുന്നത്. 3ാം ഘട്ട അലോട്ട്മെന്റ് കഴിഞ്ഞതിന് ശേഷം നിലവിലുള്ള പൊസിഷൻ നോക്കി അടുത്ത ട്രാൻസ്ഫറിന്റെ ഭാഗമായിട്ടുള്ള വ്യത്യാസങ്ങൾ വരും. സപ്ലിമെന്ററി അലോട്ട്മെന്റിന്റെ ഭാഗമായി 9 A+ഉം 1 Aയും കിട്ടിയ മിടുക്കനായ മുഹമ്മദ് സിനാൻ വിദ്യാർത്ഥികൾ സ്കൂൾ മാറി പോകുന്നത് കാത്തിരിക്കണം അല്ലേ പി ജെ ബിനീഷ്? നോക്കൂ, ഒറ്റപ്പെട്ട വിഷയം നമ്മൾ പർവ്വതീകരിക്കലല്ല. സങ്കീർണമായിട്ടുള്ള 7 സ്കൂളുകളിൽ ഈ മുഹമ്മദ് സിനാൻ അപേക്ഷ നൽകി. അത് ഒരൊറ്റപ്പെട്ട വിഷയമാണോ? ഞാൻ പേരാമ്പ്രയിലെ അർജുന്റെ കാര്യം പറഞ്ഞു. തൊട്ടു മുമ്പ് ഞങ്ങളോട് സംസാരിച്ച മിൻഹ എന്ന പെൺകുട്ടി പറഞ്ഞു A+ കിട്ടിയ മുഴുവൻ വിഷയങ്ങളിലും A+ കിട്ടിയ വിദ്യാർത്ഥി 11 സ്കൂളുകളിൽ അപേക്ഷിച്ചിട്ടും അവർക്ക് കിട്ടാത്തൊരു സാഹചര്യത്തിലാണ് പേരാമ്പ്രയിലെ മാനേജ്മെന്റ് ഈ അർജുനെ പോയി കൊടുത്തത്, അഡ്മിഷൻ കൊടുത്തത്. അദ്ദേഹത്തിന്റെ വീട് കണ്ടാൽ നമ്മൾക്ക് കരച്ചിൽ വരും. അദ്ദേഹത്തോടാണ് അൺഎയ്ഡഡ് സ്കൂളിൽ പോയി പഠിച്ചൂടെ എന്ന് ധാർഷ്ട്യത്തോടു കൂടി ചോദിക്കുന്നത്. പി ജെ ബിനേഷ്, എന്റെ ചോദ്യം ലളിതമാണ്. 9 A+ഉം 1 Aയും കിട്ടിയ മുഹമ്മദ് സിനാൻ എന്ന വിദ്യാർത്ഥി എവിടെ പോയി പഠിക്കണം? അങ്ങ് പറയൂ. 7 സ്കൂളുകളിൽ അപേക്ഷിച്ചു, 3 അലോട്ട്മെന്റുകൾ കഴിഞ്ഞു. ആ വിദ്യാർത്ഥിയുടെ മുഖത്ത് നോക്കി പി ജെ ബിനേഷ് എന്താ പറയുക? അത് പറയൂ. നോക്കൂ, മുഹമ്മദ് സിനാനെ പോലുള്ള മിടുക്കരായ കുട്ടികളുടെ പഠന തുടർച്ച ഈ ഗവൺമെന്റ് ഉറപ്പുവരുത്തും. അതിനോട് തർക്കവും നിങ്ങൾക്ക് വേണ്ട. ഒറ്റപ്പെട്ട വിഷയങ്ങൾ നമ്മൾ പർവ്വതീകരിക്കലല്ല. നമ്മൾ അവധാനതയോടുകൂടി വിഷയത്തെ കാണണം. കുട്ടികളുടെ താല്പര്യത്തിനനുസരിച്ച് +1 സീറ്റ് ലഭ്യമാക്കണം. നിങ്ങൾ ഒറ്റപ്പെട്ട വിഷയമെന്ന് പറഞ്ഞ് ഈ വിഷയത്തിന്റെ ഗൗരവത്തെ കുറച്ച് കാണിക്കരുത്. നിങ്ങൾ മലപ്പുറത്തേക്ക് ഞങ്ങൾ ക്ഷണിക്കുക. നിങ്ങൾ പറയുന്ന സമയത്ത് മലപ്പുറത്ത് ശ്രീ ബിനീഷ് വാ, ഞാൻ കാണിച്ചു തരാം. ഫുൾ A+ഉം 9 A+ഉം 8 A+ കിട്ടിയ കുട്ടികളുടെ നിരയെ ഞങ്ങൾ കൊണ്ട് നിർത്തി തരാം. സമയവും സ്ഥലവും നിങ്ങൾ കുറിച്ചോ? നിങ്ങൾ പറയുന്നിടത്ത് ഞങ്ങൾ കൊണ്ടുവന്ന് തരാം. നിങ്ങൾ ഒറ്റപ്പെട്ട സംഭവം എന്ന് പറഞ്ഞ് നിർത്തല്ലേ. 15,096 പേരെ ഞങ്ങൾ കൊണ്ട് നിർത്തി തരാം പഠിക്കാൻ ഉന്നത വിദ്യാഭ്യാസത്തിന്. ഒറ്റപ്പെട്ട സംഭവം എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കണം വിഷയത്തെ. ഉജ്ജ്വലമായിട്ടുള്ള വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ജയിൽവാസം അനുഭവിച്ചവരാ ഞങ്ങളൊക്കെ. ആ പഴയ കാലത്ത് തോന്നിയതുപോലെ പണം വാങ്ങി മാനദണ്ഡങ്ങളില്ലാതെ അശാസ്ത്രീയമായി ഹയർ സെക്കൻഡറി ബാച്ചും സീറ്റും കൊടുത്തതിന്റെ ദുരന്തമാണ് ഇന്ന് കേരളം പേറുന്നത്. അത് മനസ്സിലാക്കണം. മലപ്പുറത്ത് നിന്ന് സാറേ, അതല്ല സാറേ, കഴിഞ്ഞ 8 വർഷക്കാലമായി താങ്കളുടെ മുഖ്യമന്ത്രി, താങ്കളുടെ പാർട്ടി നേതാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി നിൽക്കുമ്പോൾ ഒരു പുതിയ ബാച്ച് കൊടുത്തില്ല, ഒരു പുതിയ സീറ്റ് കൊടുത്തില്ല. അതിന്റെ ദുരന്തം ഇത്. നിങ്ങൾ എന്താ ഈ പറയുന്നത്? കഴിഞ്ഞ 8 വർഷക്കാലമായി ഒരു പുതിയ സ്കൂൾ കൊടുത്തേ പറയോ, ഒരു പുതിയ ബാച്ചിന്റെ പേര് പറയോ? എന്നിട്ട് അതിനും അപ്പുറത്തേക്കുള്ള കാലത്തെ കുറിച്ച് സംസാരിക്കല്ലേ. അവസാനിപ്പിക്കുക. നിങ്ങളുടെ ഉള്ളം കയ്യിൽ അധികാരമുള്ള 8 വർഷക്കാലത്ത് ഒരു പുതിയ സീറ്റോ പുതിയ ബാച്ചോ അനുവദിക്കാൻ കഴിയാതെ ഈ സിനാനെ പോലുള്ള 15,000-ഓളം ആളുകൾ മലപ്പുറത്ത് നിൽക്കുമ്പോൾ അത് ഒറ്റപ്പെട്ട സംഭവം എന്ന് പറയുന്ന തങ്ങളുടെ മനസ്സ് എത്രത്തോളം പ്രയാസകരമായിട്ടാണ് ഈ ആളുകൾ നിങ്ങളെ കാണേണ്ടത്. എന്താ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇത് ഒറ്റപ്പെട്ട സംഭവമാണ്. 15,000-ഓളം പഠിക്കാൻ കഴിയുന്നത് നിങ്ങൾക്ക് ഒറ്റപ്പെട്ട സംഭവം. പണം വാങ്ങി കോഴ്സും ബാച്ചും കൊടുക്കുന്നത് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ നയമല്ല. അതൊക്കെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. ഇത് ആരും മുടക്കിയിട്ടൊന്നുമില്ല സാർ. ഞങ്ങൾ ഇപ്പോ ഒരു വാർത്ത കാണിച്ചതേ ഉള്ളൂ. ഈ ചർച്ചയ്ക്ക് തൊട്ട് മുൻപ് VC പ്രവീൺ എന്ന് പറയുന്ന ഒരു കൊള്ളക്കാരനെ 2 മുന്നണി സർക്കാർ അധികാരത്തിൽ വന്നിട്ടും ഒരു രോമത്തിൽ പോലും തൊട്ടില്ല. ഞങ്ങൾ 12 വാർത്ത സംപ്രേഷണം ചെയ്തു. ഞങ്ങളുടെ എയർടൈം മാറ്റിവെച്ചു ആ കൊടും കള്ളന് വേണ്ടി. ഒടുവിൽ അവസാനം ഗത്യന്തരമില്ലാതെ അറസ്റ്റ് ചെയ്തു. അതുകൊണ്ട് എയ്ഡഡ് കൊള്ള അവസാനിപ്പിക്കാൻ ഇടതുപക്ഷം മുന്നിട്ടിറങ്ങിയ ചരിത്രമൊന്നും പറയരുത്. അതങ്ങ് ജോസഫ് മുണ്ടശ്ശേരിയുടെ കാലത്ത് നടന്നിട്ടുണ്ടാവും. അതിനുശേഷം വന്നിരിക്കുന്ന മുണ്ടശ്ശേരിമാരൊന്നും ഈ എയ്ഡഡ് വിദ്യാഭ്യാസ സമ്പ്രദായത്തിലെ കൊള്ളയ്ക്കൊന്നും കീഴടങ്ങിയ ചരിത്രമേ ഉള്ളൂ. ഞാൻ അതുകൊണ്ട് അതവിടെ അവസാനിപ്പിച്ചോ. പി ജെ ബിനേഷ്, എന്റെ ഒറ്റ ചോദ്യമേ ഉള്ളൂ. പി ജെ ബിനേഷ്, ഈ മുഹമ്മദ് സിനാൻ 24-ാം തീയതി തുടങ്ങുന്ന +1 ക്ലാസ്, 24-ാം തീയതിയാണ് +1 ക്ലാസ്സുകൾ തുടങ്ങുക. ആ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ കഴിയുമോ ഇല്ലയോ? കഴിയില്ലെങ്കിൽ അത് ആരുടെ കുറ്റം? ലളിതമാണ് ചോദ്യം. ഏറ്റവും ബഹുമാനപ്പെട്ട അരുൺ, അമിതാവേശം കാണിക്കരുത്. നോക്കൂ, ഞാൻ കാണിക്കും സാർ അമിതാവേശം. എന്തുകൊണ്ടെന്നാൽ മുഹമ്മദ് സിനാനെ പോലുള്ള വിദ്യാർത്ഥി നമ്മളുടെ ഓരോ വീട്ടിലുമുള്ള വിദ്യാർത്ഥിയാണ് പി ജെ ബിനേഷ്. അവർക്ക് വേണ്ടി ആവേശം കാണിക്കാൻ അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ എന്തിനാ ഈ ചാനൽ തുറന്നു വെച്ചിരിക്കുന്നത്? നവാസിനെ പോലുള്ളവരെന്തിനാ വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ നയിക്കുന്നത്? താങ്കളെ പോലുള്ളവരെന്തിനാ സംഘടന തലപ്പത്തിരിക്കുന്നത്? ഈ മിടുക്കന്മാരായ മെറിറ്റുള്ള വിദ്യാർത്ഥികളെ അൺഎയ്ഡഡ് സ്കൂളുകളിലേക്ക് അയക്കാനാണെങ്കിൽ നിങ്ങളുടെ ഒന്നും ഒരു സംവിധാനവും ഈ രാജ്യത്ത് ആവശ്യമില്ല. അവിടെ സ്വകാര്യ ആൾക്കാർ നടത്തിക്കോളും. ആവേശം കാണിക്കും സാർ. MSFന്റെ പ്രതിനിധി പറയുന്നത് മനസ്സിലാവും, പറയുന്നത് കേൾക്കൂ. ഒരു ബാച്ച് പോലും ഈ സർക്കാരിന്റെ കാലത്ത് ആരംഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. നോക്കൂ, പാലക്കാട് മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ 97 താൽക്കാലിക ബാച്ചുകൾ അനുവദിച്ചത് 2023 മറന്നു പോകരുത്.
സർ, താൽക്കാലിക ബാച്ച് എന്ന് പറഞ്ഞ അപമാനിക്കല്ലേ? നിങ്ങൾക്ക് ആർക്ക് വേണം നിങ്ങൾ ഈ താൽക്കാലിക ബാച്ച്? എല്ലാ കൊല്ലം താൽക്കാലിക ബാച്ചിന് നിങ്ങൾ പിന്നാലെ നടക്കേണ്ടവരാണ് ഞങ്ങൾ. ഈ തെരുവിൽ മുഴുവൻ സമരം നടത്തി കുട്ടികളുടെ കണ്ണീരടിഞ്ഞിട്ട് അവസാനം താൽക്കാലിക ബാച്ചിന്റെ കണക്ക് പറയാനാണോ? നിങ്ങൾ എന്താ ഈ പാലക്കാട് മുതൽ കാസർഗോഡ് വരെ താൽക്കാലിക ബാച്ച്? എന്താ പാലക്കാട് മുതൽ കാസർഗോഡ് വരെ പ്രത്യേകത? അവിടെ മാത്രം എന്താ താൽക്കാലിക ബാച്ച്? നിങ്ങൾ ദയവ് ചെയ്ത് അങ്ങനെ ആവർത്തിച്ച് പറയരുത്. അമിതാവേശമല്ല. നിങ്ങൾ പറയുന്നതിന് ഗൗരവം നിങ്ങൾ ഉൾക്കൊള്ളു. നിങ്ങൾ ഇപ്പൊ പറഞ്ഞ വാചകം എന്താ? പാലക്കാട് മുതൽ കാസർഗോഡ് വരെ താൽക്കാലിക ബാച്ച് കൊടുത്തു എന്ന്. എന്താ കാസർഗോഡ് മുതൽ പാലക്കാട് വരെ മാത്രം താൽക്കാലിക ബാച്ച്? അവിടെ എന്താ സ്ഥിര ബാച്ച് ഉണ്ടാവാൻ പറ്റില്ലേ? അവിടെ സാധ്യമല്ലേ? അവിടെ ഗവൺമെന്റ് സ്കൂളുകളില്ലേ? അവിടെ പുതിയ ബാച്ച് കൊടുത്തൂടെ? നിങ്ങൾ പറഞ്ഞ പോലെ നിങ്ങൾ പണം എതിരാണെന്ന് പറയാൻ ഞങ്ങൾ സമ്മതിച്ചു. നമ്മളെല്ലാവരും എണ്ണയിനെതിരെ എങ്കിൽ ഏഴ് മേഖലയിൽ കൊടുക്ക്, ഗവൺമെന്റ് മേഖലയിൽ കൊടുക്ക്, ഗവൺമെന്റ് സ്കൂളിൽ കൊടുക്ക്. നിങ്ങൾ കാര്യം മനസ്സിലാക്കണം. ഇന്നലെ പരപ്പനങ്ങാടി കടപ്പുറത്ത് ഒരു കുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചു. നിങ്ങൾ റിപ്പോർട്ടറുടെ ചാനൽ വിളിച്ച് ചോദിക്ക് എന്താ കാരണം? +1 സീറ്റ് കിട്ടാതെ നിരാശയാണ്. 4 ദിവസം മുമ്പ് പരപ്പനങ്ങാടിയിൽ ഒരു കുട്ടി ആത്മഹത്യ ചെയ്തു. എന്താ കാരണം? +1 സീറ്റ് കിട്ടാത്തതാണ്. ആ രക്ഷിതാക്കൾ സമൂഹത്തിന് മുമ്പിൽ വന്ന് പത്രക്കാരോട് പരസ്യമായി പറയാൻ ശ്രമിച്ചില്ല. ഒറ്റ കാരണത്താൽ ആ വാർത്ത വന്നില്ല. കുടുംബങ്ങളും വിദ്യാർത്ഥികളും ഈ ചർച്ച കാണുന്നുള്ളത് കൊണ്ട് ആത്മഹത്യ ഒരു പ്രശ്ന പരിഹാരമേ അല്ല എന്നുള്ളത് കൊണ്ട് ഈ ചർച്ചയുടെ ഒരു പോയിന്റ് പോലും അവർക്ക് ആത്മഹത്യയെക്കുറിച്ചുള്ള ചിന്ത കൊടുക്കരുതെന്ന് നമുക്ക് നിർബന്ധമുണ്ട്. ശ്രീ പി ജെ ബിനേഷ്, അങ്ങയുടെ കയ്യിലെ കണക്ക് നിരാശാജനകമായ വാചകങ്ങൾ ചർച്ചയ്ക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്ന മുഹമ്മദ് സിനാൻ എന്ന വിദ്യാർത്ഥിയോട് താങ്കൾക്ക് പറയാൻ എന്താണുള്ളതെന്നാണ് ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നത്. ഇടവേള കഴിഞ്ഞിട്ട് വരാം. +1 സീറ്റ് അലോട്ട്മെന്റ് 3ാം ഘട്ടം കഴിഞ്ഞിട്ടും മുഹമ്മദ് സിനാനെ പോലെ, അർജുനെ പോലെ, മിൻഹയെ പോലെ മുഴുവൻ A+ കിട്ടിയ വിദ്യാർത്ഥികൾക്കടക്കം പലയിടത്തും ഇഷ്ടപ്പെട്ട കോഴ്സും ഇഷ്ടപ്പെട്ട സ്കൂളും ലഭിക്കുന്നില്ലെന്ന് മാത്രമല്ല, സിനാനെ പോലെയുള്ള വിദ്യാർത്ഥികൾക്ക് ഒരിടത്തും സീറ്റ് ലഭിക്കാത്ത അവസ്ഥയും ഉണ്ടാകുന്നു. ഞാനൊന്നുകൂടി മുഹമ്മദ് സിനാനിലേക്ക് പോയാൽ, സിനാൻ, ഇത് സിനാന്റെ ഒറ്റപ്പെട്ടൊരു കാര്യം മാത്രമാണോ? സിനാന്റെ വിദ്യാർത്ഥികളിൽ പലർക്കും, സുഹൃത്തുക്കളിൽ പലർക്കും ഇതേ അവസ്ഥ തന്നെയാണോ ഉള്ളത്? ഇത് എനിക്ക് മാത്രമുള്ള അവസ്ഥ ആയിരുന്നില്ല. ഞാൻ പഠിച്ച ട്യൂഷൻ സെൻ്ററിൽ കുറേ കുട്ടികൾക്ക് ഇതുപോലെ കിട്ടാതായിട്ടുണ്ട്. 3 അലോട്ട്മെന്റ് കഴിഞ്ഞിട്ട് A+ ഉള്ളവർക്കൊക്കെ കിട്ടാതായിട്ടുണ്ട്. അത് മുഴുവൻ A+ ഉള്ളവർക്കും കിട്ടാതായിട്ടുണ്ടോ സിനാൻ? ഫുൾ A+ ഉണ്ടായിട്ടും കിട്ടാത്തവരായിട്ട് എൻ്റെ അറിവിൽ ഇല്ല. പക്ഷെ 9 A+ ഒരു Aയും കിട്ടിയിട്ടൊക്കെ സീറ്റ് 3rd അലോട്ട്മെന്റിൽ പോലും സീറ്റ് കിട്ടാത്തവർ എൻ്റെ അറിവിലുണ്ട്. എൻ്റെ സുഹൃത്തുക്കൾ തന്നെ ഉണ്ട്. ഈ 9 A+ഉം Aയും ഒക്കെ കിട്ടിയപ്പോൾ സീറ്റ് കിട്ടുമെന്ന് പ്രതീക്ഷയുണ്ടായിരുന്നോ ആദ്യം? ആദ്യമൊക്കെ നല്ലോണം പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാരണം ട്രയൽ അലോട്ട്മെന്റിലും ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ ട്രയലിൽ വരാതായപ്പോൾ ഞാൻ വിചാരിച്ചു ഫസ്റ്റിൽ വരുന്നു. ഫസ്റ്റിൽ വരാതായപ്പോൾ പിന്നെ 2ും 3ും ഉണ്ടല്ലോ എന്ന് ആശ്വസിച്ച് നിന്ന്. 2ിലും കിട്ടിയില്ല, പിന്നെ 3ിലും കിട്ടാതായപ്പോൾ പിന്നെ ഉള്ള പ്രതീക്ഷ മൊത്തം പോയി. സിനാൻ ഏത് കോഴ്സ് എടുത്ത് പഠിക്കണം എന്നാണ് ആഗ്രഹിച്ചത്? ഞാൻ SSLCൻ്റെ മുമ്പേ ഞാൻ ഫിക്സ് ചെയ്തായിരുന്നു +1 എനിക്ക് എങ്ങനെയാലും സയൻസ് എടുക്കണമെന്ന്. അതിൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. അപ്പോൾ ഞാൻ സയൻസ് എടുക്കാനും വേണ്ടിയിട്ടായിരുന്നു. ഈ സയൻസ് വിഷയങ്ങൾക്കെല്ലാം A+ ഉണ്ടായിരുന്നോ മുഹമ്മദ് സിനാന് 10ാം ക്ലാസ്സിൽ? ഉണ്ടായിരുന്നു. ഹിന്ദിക്ക് മാത്രമേ A ആയിട്ടുള്ളൂ, ബാക്കിയല്ലാതെ A+ ആയിരുന്നു. എത്ര കിലോമീറ്റർ ദൂരം പോയി പഠിക്കാൻ തയ്യാറായിരുന്നു? കാര്യം 7 സ്കൂളുകൾ അപേക്ഷിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ എത്ര ദൂരം വരെ പോയി പഠിക്കാൻ മുഹമ്മദ് സിനാൻ തയ്യാറായിരുന്നു? ഞാൻ അടുത്തുള്ള സ്കൂളിലൊക്കെ കൊടുത്തു നോക്കിയിരുന്നു. പിന്നെ അത് കഴിഞ്ഞതിൻ്റെ ശേഷം കുറച്ച് ലോങ്ങിലേക്ക്, എൻ്റെ വീട് ഇവിടെ തെയ്യാലാണ്. അത് പിന്നെ ഞാൻ തിരൂര് ഭാഗത്തേക്ക് അവിടെ വരെ അത്ര ലോങ്ങിലൊക്കെ ഞാൻ പഠിക്കാൻ തീരുമാനിച്ചിരുന്നു. എത്ര ദൂരമുണ്ട് വീട്ടിൽ നിന്ന് തിരൂരേക്ക്? തിരൂരിലേക്കൊരു 13-14 ഉണ്ടാവും എന്നാണ്. എന്നിട്ടും കിട്ടിയില്ല? 13-14 കിലോമീറ്റർ ദൂരം പോയി പഠിക്കാമെന്ന് വെച്ചിട്ടും കിട്ടിയില്ല? കിട്ടിയിട്ടില്ല. ഇനി എന്ത് ചെയ്യാനാണ് മുഹമ്മദ് സിനാൻ ആലോചിക്കുന്നത്? കാത്തിരിക്കുകയാണോ? നേരത്തെ നമ്മുടെ പ്രതിനിധി പറഞ്ഞതുപോലെ, ബിനീഷ് പറഞ്ഞതുപോലെ ട്രാൻസ്ഫർ അടക്കമുള്ള കാര്യങ്ങൾ, ഇനി താൽക്കാലിക ബാച്ച് അനുവദിക്കാനുള്ള സാധ്യത എന്താണ് പ്രതീക്ഷിക്കുന്നത് മുഹമ്മദ് സിനാൻ? ഞാൻ അതിലൊന്നും കാര്യമായിട്ട് പ്രതീക്ഷിക്കുന്നില്ല. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലുള്ള പ്രതീക്ഷയും പോയിട്ടുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ 3rd പോലും കിട്ടില്ലാണെങ്കിൽ പിന്നെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. പിന്നെ എല്ലാവരും പറഞ്ഞ് പൈസ കൊടുത്ത് പഠിക്കാമെന്ന്. ഇത്ര 9 A+ ഒരു A ഉള്ള ഞാൻ എന്തിനിപ്പോൾ പൈസ കൊടുത്ത് പഠിക്കണം? എനിക്ക് ഗവൺമെൻറ്റിൽ തന്നെ സീറ്റ് കിട്ടിക്കൂടെ? പി ജെ ബിനേഷ്, മുഹമ്മദ് സിനാനോട് നേരിട്ട് സംസാരിച്ചോളൂ. സിനാനെ, മോൻ എന്തുകൊണ്ടാണ് കൂടുതൽ ഓപ്ഷൻ കൊടുക്കാതിരുന്നേ? കൂടുതൽ ഓപ്ഷൻ എന്തുകൊണ്ടാണ് കൊടുക്കാതിരുന്നത് സിനാൻ? 7 ഓപ്ഷനുകൾ മാത്രം കൊടുത്തത് എന്തുകൊണ്ടാണെന്നാണ് ചോദ്യം.
ഈ 7 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടല്ലോ, അതിൽ കിട്ടേണ്ടതായിട്ട് ഉണ്ടല്ലോ. മിടുക്കനായിട്ടുള്ള ഒരു കുട്ടിയാണ്. അതുപോലെ നമ്മുടെ പൊതുവിദ്യാഭ്യാസ രംഗത്തിന്റെ മികവ് കൊണ്ട് തന്നെ മിടുക്കരായിട്ടുള്ള നിരവധി വിദ്യാർത്ഥികൾ 10ാം ക്ലാസ്സിൽ നിന്ന് ഉപരിപഠനത്തിന് യോഗ്യത നേടുന്നതാണ്. നേരത്തെ MSFന്റെ പ്രിയപ്പെട്ട നവാസ് സൂചിപ്പിച്ചതുപോലെ 38 ബാച്ചുകളാണ് ശ്രീ അരുൺ നമ്മുടെ ഈ LDF സർക്കാരിന്റെ കാലത്ത് തെക്കൻ ജില്ലകളിൽ നിന്നും മാറ്റി കൊടുക്കേണ്ടി വന്നത്. അതിൽ 14 ബാച്ചുകൾ ഷിഫ്റ്റ് ചെയ്തത് മലപ്പുറം ജില്ലയിലേക്കാണ്. നമ്മൾ മറക്കരുത്. 81 താൽക്കാലിക ബാച്ചുകൾ ആദ്യഘട്ടം, അതിനുശേഷം 97 ബാച്ചുകൾ, ഷിഫ്റ്റ് ചെയ്യപ്പെട്ട 14 ബാച്ചുകൾ, അങ്ങനെ 192 ബാച്ചുകൾ അധികമായി കൊടുത്തുകൊണ്ട് മലപ്പുറത്തെ മിടുക്കരായ കുട്ടികളുടെ എല്ലാ സൗകര്യങ്ങളും ചോദിച്ചോളൂ. ആ കണക്കുകൾ കേട്ടല്ലോ, മറുപടി ചോദിക്കാം. 14 സ്ഥിര ബാച്ച് കൊണ്ടുവന്നു തെക്കൻ കേരളത്തിൽ നിന്ന്. പിന്നെ ഞാൻ ചോദിക്കട്ടെ 14 സ്ഥിര ബാച്ചുകൾ തെക്കൻ കേരളത്തിൽ നിന്ന് മലബാറിലേക്ക് കൊണ്ടുവന്നു, മലപ്പുറത്തേക്ക് കൊണ്ടുവന്നു നിങ്ങൾ പറഞ്ഞു. എൻ്റെ ചോദ്യം, അതിൽ ഏതെങ്കിലും ഒരു സ്കൂളിനകത്ത് ഒരു അധ്യാപകൻ അവിടെ നിന്നുള്ള സ്ഥിര അധ്യാപകൻ ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ടോ? ഒരധ്യാപകനെ ഗവൺമെന്റ് സ്കൂളുകളിലെയും ചെയ്തിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ചില പ്രശ്നങ്ങൾ, അതായത് അധ്യാപകരുടെ തസ്തികയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വളരെ ഗൗരവതരമാണ്. ഒന്നുമല്ല ചോദിക്കുന്നത്. അധ്യാപകനടക്കമുള്ള കണക്കുകൾ നമുക്കറിയാം. പക്ഷേ മുഹമ്മദ് സിനാൻ സീറ്റ് എവിടെ എന്നതാണ് നമ്മളുടെ ചോദ്യം. PJ ബിനേഷ്, ഈ ചർച്ച അവസാനിക്കുമ്പോഴെങ്കിലും താങ്കൾക്ക് എന്തെങ്കിലും സൂചനകളുണ്ടോ? എന്താണ് താങ്കൾക്ക് മുഹമ്മദ് സിനാനെ ആശ്വസിപ്പിക്കാനുള്ളത്? മുഹമ്മദ് സിനാൻ 9 A+ഉം ഒരു Aയുമായി സീറ്റിന് വേണ്ടി കാത്തിരിക്കുന്നു. സപ്ലിമെന്ററി ലിസ്റ്റിൽ വരുമെന്ന പ്രതീക്ഷയില്ല. എന്തു ചെയ്യണം PJ ബിനേഷ്? പറയൂ, മുഹമ്മദ് സിനാൻ എന്ത് ചെയ്യണം? ഒറ്റ കാര്യം മുഹമ്മദ് സിനാനോട് പറയുന്നതിന് മുമ്പ് MSFന്റെ പ്രിയപ്പെട്ട സുഹൃത്തിനോട്, കഴിഞ്ഞ വർഷം ഇതുപോലെ നിരവധിയായിട്ടുള്ള തർക്കങ്ങളും വാദങ്ങളും +1 ഏകജാലക പ്രവേശനത്തിന്റെ സമയത്തുണ്ടായി. അതിനുശേഷം കഴിഞ്ഞ വർഷം കേരളത്തിന്റെ ഹയർ സെക്കൻഡറി മേഖലയിൽ സീറ്റുകൾ ഒഴിഞ്ഞു കിടന്നോ ഇല്ലയോ? +1 മേഖലയിൽ എല്ലാ പ്രവേശന നടപടികളും പൂർത്തിയായിട്ടും അരുൺകുമാർ തന്നെ ഒരു ചർച്ചയിൽ ഈ കണക്കുകളൊക്കെ പൊളിച്ചടിക്കുന്നതാണ്. നിങ്ങൾ എന്ത് കണക്കാണ് പറയുന്നത്? ബഹുമാനപ്പെട്ട മന്ത്രി തുടക്കത്തിൽ പറഞ്ഞ വാദമാണ്. നമ്മുടെ മുന്നിലുള്ള മുഹമ്മദ് സിനാനോട് PJ ബിനേഷിനോട് എന്ത് പറയാനാണുള്ളത്? 9 A+ഉം Aയും വാങ്ങി നിൽക്കുന്നു. PJ ബിനേഷ് എന്ന് പറയുന്നു മുഹമ്മദ് സിനാനോട്, സർക്കാരിന്റെ പ്രതിനിധി എന്ന നിലയിൽ. സിനാനോട് പറയാനുള്ളത്, പ്രിയപ്പെട്ട സിനാനോട് ഇത്രയേ ഉള്ളൂ, ഒരാശങ്കയും ഇതുമായി ബന്ധപ്പെട്ട് വേണ്ട. കഴിഞ്ഞ വർഷം ഏകജാലകത്തിലെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായപ്പോൾ 5008 സീറ്റുകൾ കേരളത്തിൽ ഒഴിഞ്ഞുകിടന്നു. അതുകൊണ്ട് ഏറ്റവും മിടുക്കനായ സിനാൻ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾക്ക് ഒരു ആശങ്കയുമില്ല. കേരളത്തിന്റെ മലപ്പുറത്തിന്റെ സവിശേഷമായ സാഹചര്യത്തിൽ എന്തെങ്കിലും നിലക്കുള്ള ഒരു പോരായ്മ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ഈ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണ്. പരിഹരിക്കും എന്നതാണ് മുഹമ്മദ് സിനാൻ. ആ പ്രതീക്ഷയോട് കൂടി തന്നെ താങ്കൾ മടങ്ങിക്കോളൂ. ഈ നാളെ എന്തായാലും SFIയും ഈ വിഷയത്തിൽ സമരത്തിലേക്ക് കടക്കുകയാണ്. താങ്കൾക്ക് സീറ്റ് ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ നമുക്ക് ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കാം. മുഹമ്മദ് സിനാൻ, നന്ദി മുഹമ്മദ് സിനാൻ. PJ ബിനേഷ് ഒപ്പം PK നവാസ് ഈ ചർച്ചയിൽ പങ്കുചേർന്നതിന്. Debate with Arun Kumar.